ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ക്ലാസ് ആണ്. അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യത്തിലൊന്ന് ബുക്ക് കീപ്പിംഗ് ആണ്. അതാണ് ഫസ്റ്റ് ബേസിക് തുടങ്ങുന്നത്. ബുക്ക് കീപ്പിംഗ് ഒരു കമ്പനിയിൽ നടക്കുന്ന ഡേ ടു ഡേ ഫങ്ഷൻസ്, അതായത് മോണിറ്ററി വൈസുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ട് ആൻഡ് സയൻസിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി നടക്കുന്ന കാശുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യും, ഒരു സാധനം വിൽക്കുകയോ അല്ലെങ്കിൽ പർച്ചേസ് നടത്തുകയോ ഒക്കെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ റെക്കോർഡ് ചെയ്തു, ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക. ഇത് ബേസിക് സ്റ്റെപ്പാണ്. ഇത് കാരണം എന്ത് സംഭവിച്ചാൽ നമ്മളെ ഇൻകമും എക്സ്പെൻസും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, അസറ്റും ലയബിലിറ്റിയൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ ചിലവുകൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. ഈ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞിട്ട് എന്താണ് വരിക? അക്കൗണ്ടിങ് വരും. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ, അതായത് ബുക്ക് കീപ്പിംഗ് വഴി കിട്ടുന്ന ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്ന, ആ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തതിനെ പ്രോസസ്സ് ചെയ്ത് അത് ബിസിനസ്സിന് ആവശ്യത്തിന്, ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. ഈ നടക്കുന്ന ട്രാൻസാക്ഷൻസിന്, റെക്കോർഡ് ട്രാൻസാക്ഷൻസിനെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് അത് ആർക്കാണോ അതിൻ്റെ യൂസ് ഉള്ളത് അവർക്കിത് കൊടുക്കും. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യും, അതിന് വേണ്ടിയിട്ട്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്, പിന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ് ചെയ്യുക. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർക്കൊക്കെയാണ് ആവശ്യം വരിക? അതായത് ഒന്ന് ഓണർ, ബി മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, റിസർച്ചേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ടാക്സ് അതോറിറ്റീസ്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ്, റെഗുലേറ്ററി ഏജൻസീസ്, അവർക്കൊക്കെ വരും. ഇവർക്കൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യം വരുന്നത്. ഏതൊക്കെ തരം അക്കൗണ്ടിങ്ങാണ് ഉള്ളത്? അക്കൗണ്ടിങ്ങിൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്,
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാരണം എന്ത് ചെയ്തു, നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിലെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്താണ്, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, അവിടുത്തെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ അക്കൗണ്ടിങ് ഡേറ്റ ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പോളിസി ഉണ്ടാക്കാനും പ്ലാനിങ്ങിനും പുതിയ ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ സഹായിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് എന്താ സഹായിക്കാം, പ്ലാനിങ്, പോളിസി മേക്കിങ്, പ്ലാനിങ്, കൺട്രോൾ ഒക്കെ വരും, ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കും, ഇതൊക്കെ വരും. നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ടേംസ് പഠിക്കാം. ഒന്നാമത്തെ ടേം ജേണൽ. ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് ആദ്യമായി റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അതെന്താണ്, ജേണലാണ്. ഈ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും, ജേർണലൈസിങ് എന്ന് വിളിക്കും. ജേർണലൈസിങ്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ക്യാഷ് ബുക്ക്, സെയിൽസ് ഡേ ബുക്ക് ഒക്കെ വരും. ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് എഴുതുന്ന ബുക്ക്. ഇനി ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസിനെയൊക്കെ എന്ത് ചെയ്യും, ജനറലായിട്ട് ഗ്രൂപ്പ് ചെയ്യും. വേരിയസ് സ്പെഷ്യൽ ജേണലിലോ അല്ലെങ്കിൽ ജനറൽ ജേണലിലോ എല്ലാത്തിനെയും കളക്ട് ചെയ്യും. കളക്ട് ചെയ്തൊരു ഗ്രൂപ്പാക്കും. കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അത് ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ആരാണോ ആ ബിസിനസ് ഓൺ ചെയ്യുന്നത്, who owns the business. ഇനി പ്രൊപ്രൈറ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്തെന്ന് വിളിക്കും, ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ പ്രൊപ്രൈറ്റർ. ഇനി അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ്സിൽ ബിസിനസ്സിനും ഉള്ള പ്രോപ്പർട്ടികളും, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് വരും,
ഫേർണിച്ചർ വരും, ഗുഡ് വില്ല് വരും. ഇതൊക്കെയാണ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ക്യാഷ് ഇൻ ഹാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, എല്ലാം വരും. അതായത് ആ ബിസിനസ്സിനുള്ള പ്രോപ്പർട്ടികളൊക്കെയാണ് അസറ്റ് എന്ന് പറയുക. ഇനി അസറ്റിൽ തന്നെ ടാഞ്ചിബിൾ അസറ്റും ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെ എന്ത് ചെയ്യും? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. അതായത് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന സാധനങ്ങൾ അതെന്താണ്? ടാഞ്ചിബിൾ. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ എന്തിൽ വരും? ടാഞ്ചിബിളിൽ വരും. ഇനി ചില റൈറ്റ്സ് ഒക്കെ ഉണ്ടാവും ബിസിനസ്സിന്. അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകൾ എന്തെന്ന് വിളിക്കും? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? സെർട്ടൻ റൈറ്റ്സ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും. പിന്നെ ഓണേഴ്സിനുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇനി ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ബിസിനസ്സിനുള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനാണ്. അതായത് ഒരു ബിസിനസ്സിന് വേറൊരു സ്ഥാപനത്തിനോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ബാങ്കിനോട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലോണൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും. അതിൻ്റെ ബാധ്യതകളാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് എന്ന് പറയും. അതെന്താണ്? ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഇനി ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ, ഡ്രോയിങ്സ് ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്റർ എന്ത് ചെയ്യും? ആ പ്രൊപ്പറേറ്റർ അവരുടെ സ്വന്തം യൂസിനായിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ക്യാഷോ ഗുഡ്സ് withdrawn by proprietor. പേഴ്സണൽ യൂസിനാണ്. ഫോർ പേഴ്സണൽ യൂസ്. അതിനെന്തെന്ന് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഇനി ഡെബ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെബ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ബിസിനസ് എങ്കിൽ ആ ബിസിനസ്സിന് കടം കൊടുത്ത ആൾ, അതായത് അവരിൽ നിന്ന് ബിസിനസ്സിന് പൈസ കിട്ടാനുണ്ട്, അയാൾ പിന്നെ ആയിരിക്കും പൈസ തരുന്നത്. എന്തെങ്കിലും ഒരു സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ നമ്മൾ ബിസിനസ്സിൽ നിന്നൊരു വാങ്ങിയിട്ട് അവരിഞ്ഞ് പേയ്മെൻറ്റ് പെൻഡിങ് ഉള്ള ആൾക്കാരെ എന്തെന്ന് വിളിക്കും? ഡെറ്റേഴ്സ് എന്ന് വിളിക്കും. ലയബിൾ ടു പേ. ഇനി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബിസിനസ് എന്തായിരിക്കും? ആർക്കെങ്കിലും പൈസയോ അല്ലെങ്കിൽ പൈസയ്ക്ക് ഉള്ള ഗുഡ്സ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ആളായിരിക്കും. അതായത് ഒരാളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടാവും, അതായത് ബിസിനസ് കടം വാങ്ങിയിട്ടുണ്ടാവും. ഇനി പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്
പർച്ചേസ്. ഒരു ബിസിനസ് എന്ത് ചെയ്യും, അവർക്ക് അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീസെയിലിന് വേണ്ടിയിട്ടോ ഗുഡ്സ് വാങ്ങും. അതിനെന്തെന്ന് പറയും, പർച്ചേസ് എന്ന് പറയും. ഗുഡ്സ് ബോട്ട് ഫോർ റീസെയിൽ, അല്ലെങ്കിൽ എന്തിനായിരിക്കും, യൂസ് ഇൻ പ്രൊഡക്ഷൻ. പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് എന്താണ്, പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ എന്തെന്ന് പറയും, റിട്ടേൺ ഔട്ട്വേർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബിസിനസ്സാണ്, ബിസിനസ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കൊള്ളൂലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള അഡ്വർടൈസ്മെൻറ്റിൽ കണ്ട രീതിയിലല്ല നമ്മൾ വാങ്ങിയതെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും, പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. അത് സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. ഇനി സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഗുഡ്സിന് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് എന്ത് പറയും, സെയിൽസ് എന്ന് പറയും. ഇനി സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ് വരിക, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം വിറ്റിട്ട് ആ കസ്റ്റമർക്ക് നമ്മൾ വിറ്റ സാധനം കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിഫക്റ്റീവ് ക്വാളിറ്റി ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും, അത് തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരുന്ന എന്ത് പറ്റും, അതിന് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയും. എന്തെന്ന് പറയും, റിട്ടേൺ ഇൻവേർഡ് എന്നും പറയും. ഇന്ന് പഠിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മളിന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക്സ് ആണ് പഠിച്ചത്. അതിൽ പഠിച്ചു ബുക്ക് കീപ്പിംഗ്. എന്താണ് ബുക്ക് കീപ്പിംഗ്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് പറയും, ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്ത് അത് പലർക്കും ഈ പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ ആവശ്യമുണ്ടാകും, അവർക്ക് കൊടുക്കുന്ന ഒരു രീതി, അതിനെന്തെന്ന് പറയും, അക്കൗണ്ടിങ് എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ്, അതായത് ആർക്കൊക്കെയാണ് ആവശ്യം വരിക, ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, റിസർച്ചേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ടാക്സ് അതോറിറ്റീസ് എക്സെട്ര, ഇനി ആൾക്കാരുണ്ട് കേട്ടോ. അക്കൗണ്ടിങ് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവുന്ന കസർട്ടേജ് ചെയ്യാനും അത് മിനിമൈസ് ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് രീതിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. പിന്നെ മാനേജ് അക്കൗണ്ടിങ് എന്തിനാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് നമ്മൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും പ്ലാനിങ്ങിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി കുറച്ച് ടേംസ് പഠിക്കാം. ജേണൽ എന്താണ്, ആദ്യമായിട്ടൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ജേണൽസ് എന്ന് പറയുന്നത്. അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നുണ്ട്. അതിന് പ്രോസസ്സിൻ്റെ പേര് ജേണലൈസിങ്. ക്യാഷ് ബുക്ക്, സെയിൽസ് ഡേ ബുക്ക് എന്നൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ലെഡ്ജർ എന്താണ്, ഇങ്ങനെ ജേണലൈസ് ചെയ്യുന്നതിന് എല്ലാവരും ക്ലബ് ചെയ്ത് ഒരു കളക്ഷൻ പോലെ ആക്കുന്നുണ്ട്. അതിനെ കളക്ട് ചെയ്തിരുന്ന രീതിയിലാണ് ലെഡ്ജേഴ്സ് എന്ന് പറയും. ഇനി പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്, ആ ബിസിനസ് ആരാണോ ഓൺ ചെയ്യുന്നത് അതിനെ പ്രൊപ്പറേറ്റർ എന്ന് പറയും. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പറേറ്റർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിനെ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അസറ്റ് എന്താണ്, ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് അത് ടാഞ്ചിബിൾ ആവാം ഇൻടാഞ്ചിബിൾ ആവാം. അതായത് ക്യാഷ്, പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ഇതൊക്കെ എന്താണ്, അസറ്റാണ്. ഇതിൽ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള സാധനങ്ങൾ, നമുക്ക് തൊടാൻ കഴിയുന്ന കാണാൻ കഴിയുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, ടാഞ്ചിബിളിനകത്ത് വരും.
ഇൻടാഞ്ചിബിളിനകത്ത് എന്തുവാണ്, നമുക്ക് കാണാനും തൊടാനൊന്നും കഴിയാത്ത ചില റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇതിനകത്ത് വരും. ഇനി ലയബിലിറ്റീസ് എന്നെന്താണ്, ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ്സിന് അവർക്ക് ഉള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബാങ്ക് ലോണ്, ഇതൊക്കെ ഒരു ലയബിലിറ്റിയാണ്. പിന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പറേറ്റർ, അതായത് അതിൻ്റെ ഓണർ ബിസിനസ്സിൽ നിന്ന് സ്വന്തം പേഴ്സണൽ യൂസ്, അതായത് സ്വന്തം യൂസിന് വേണ്ടിയിട്ട് ക്യാഷോ ഗുഡ്സോ വിഡ്രോ ചെയ്യുന്നതിന് എന്ത് പറയും, ഡ്രോയിങ്സ് എന്ന് പറയും. ഇനി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ് കടമായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നമ്മുടെ, ഉദാഹരണം ഗാർമെൻറ്റ്സ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് പേർക്ക് എന്ത് ചെയ്യും, കടം കൊടുത്തിട്ടുണ്ടാവും, സാധനം കടത്തിനായിരിക്കും, അവർ ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും പേയ്മെൻറ്റ് തരിക. അപ്പോൾ അവരെ എന്തെന്ന് വിളിക്കും, ഡെറ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗാർമെൻറ്റ് പ്രൊഡ്യൂസറാണെന്ന് വെച്ചു, അപ്പോൾ അങ്ങനെ ഡ്രസ് മെറ്റീരിയലൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് കൊടുക്കാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വാങ്ങുക, നമ്മൾ തച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കിട്ടുള്ള പൈസ. അപ്പോൾ അതൊരു നമുക്കുള്ള ക്രെഡിറ്റേഴ്സാണ്. നമ്മളവരുടെ ഡെറ്റേഴ്സാണ്, അവർ നമ്മുടെ ക്രെഡിറ്റേഴ്സാണ്, നമുക്ക് കടം തന്ന ആൾക്കാരാണ്. ഇനി പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ് അവർക്ക് വേണ്ടിയിട്ട് റീസെയിലിനോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഗുഡ്സ് ബോട്ട് ഫോർ റീസെയിൽ ഓർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. ഇനി പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബിസിനസ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ക്വാളിറ്റി മോശമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്പെസിഫിക്കേഷൻ അല്ലെങ്കിലോ നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യും, അത് സപ്ലയർക്ക് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ റിട്ടേൺ ചെയ്യുന്നതിന് എന്ത് പറയും, പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. ഇനി സെയിലും അതുപോലെ തന്നെ, നമ്മളിപ്പോൾ ഗാർമെൻറ്റ്സ് മാനുഫാക്ചർ ആണെങ്കിൽ നമ്മൾ കൊടുത്ത തുണികൾ ഇപ്പോൾ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് തിരിച്ച് നമുക്ക് റിട്ടേൺ തരുന്നതിന് എന്ത് പറയും, സെയിൽസ് റിട്ടേൺ എന്ന് പറയും. അതിന് റിട്ടേൺ ഇൻവേർഡ് എന്നും പറയും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. താങ്ക് യു.